അമ്മ കുറച്ചു നേരത്തേക്ക് എന്നെ ശല്യം ചെയ്യണ്ട. ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ട ഡയലോഗ് അല്ലേ? എന്നെ ഒരു കാര്യത്തിനും വിളിക്കരുത്. നിന്നെ ഏത് കാര്യത്തിന് വിളിച്ചിട്ടാടാ വന്നിട്ടുള്ളേ? അങ്ങനെ പറയരുത്. ചോറിന വിളിക്കുമ്പോ ഞാൻ വരാറില്ലേ? ആ അതിന് കറക്റ്റായി വരും. ഇനിയിപ്പോ വിളിച്ചില്ലേലോ. അല്ല പൊന്നുമോൻ എങ്ങോട്ട് പോണേണ്? എങ്ങോട്ടും പോണില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനേ പഠിക്കാതിരിക്കുക. എന്തേ റോക്കറ്റ് പോകണ്ടോ? കാക്ക സമ്മർ സ്ലോട്ട് അടിച്ച് മലർന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കിയതാ. എന്റെ പഠിത്തവും കാക്കയുടെ മലർന്ന് പറക്കലും തമ്മിൽ എന്താ ബന്ധം? കാക്ക മലർന്ന് പറക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ അതന്നെ ബന്ധം. കളിയാക്കല്ലമ്മ, ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. ഞാൻ പഠിക്കാതിരിക്കുക. വിശ്വസിച്ചു. ഇതാ എന്റെ ഫോണ്. ഈ ഫോണാണ് എന്റെ ഡിസ്ട്രാക്ഷൻ. എന്താ ഇത് ഞാൻ എടുത്തു വെക്കണോ? എടുത്തു വെക്കണ്ട, ഞാൻ തന്നെ വന്നെടുക്കും. ഇതിനൊരു ടഫ് പാസ്വേഡ് സെറ്റ് ചെയ്യും. അതെന്തിന്? അങ്ങനെ ആവുമ്പോ എനിക്ക് ഫോൺ നോക്കാനുള്ള ടെൻഡൻസി വന്നാലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ സ്റ്റഡീസ് ഫുള്ള് കഴിഞ്ഞിട്ട് പാസ്വേഡ് പറഞ്ഞു തന്നാൽ മതി. മോനെ നീ സീരിയസ് ആയിട്ടാ? ആ അമ്മ, പഠിക്കണം. സ്വസ്ഥമായിട്ട് കുത്തിരുന്ന് പഠിക്കണം. അതിന് ഇതേ ഒരു വഴി കാണാളൂ. അമ്മ ഒരു പാസ്വേഡ് സെറ്റാക്ക്, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞേക്കാം. നല്ല കാര്യമാണ് മോനെ, നല്ല കാര്യ. നല്ല ടഫ് പാസ്വേഡ് തന്നെ അമ്മ സെറ്റാക്കി തരാം. പാസ്വേഡ് സെറ്റ്. ആ താങ്ക്സ് അമ്മ. എന്നാ സമയം കളയണ്ട, പോയി പഠിക്കാതിരിക്കേ. ഞാൻ എന്നാ പഠിക്കാതിരിക്കുവാണേ. എന്നെ ഇനി ഒന്നിനും വിളിക്കല്ലേ. നല്ല ബുദ്ധി തോന്നി തുടങ്ങി. മൊബൈൽ ഒഴിവാക്കാന്നുള്ള ചിന്ത തന്നെ നല്ലതാ. ഇനി പഠിച്ചോളൂ. ഭഗവാനെ ഈശ്വര, നന്നായി പഠിക്കാൻ പറ്റണേ. യാതൊരുവിധ ഡിസ്ട്രാക്ഷനും ഉണ്ടാവില്ലേ. ഐശ്വര്യമായിട്ട് തുടങ്ങാം. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ആഹാ, കേൾക്കുമ്പോൾ തന്നെ ഒരു ഗുമ്മുണ്ട്. ചാർജായി. Coefficient of determination is defined as the ratio of the explained variance to the total variance. Oh yeah. കുറേ പഠിച്ചോണ്ടാ തോന്നുന്നു. ഭയങ്കര സ്ട്രെസ്.